മക്കളെ വെൽക്കം ടു എജുപോർട്ട്. യെസ്, അവന്യ മിസ് ഹിയർ. ഇന്ന് മിസ് ഇവിടെ വന്നേക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ നിങ്ങൾക്കൊരു കഥ മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, നിങ്ങളെ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നൊരു കഥയാണ് ആമയുടെയും മുയലിൻ്റെയും പന്തയ കഥ. അറിയില്ലേ? യെസ്, അറിയായിരിക്കും. അപ്പോൾ ഇതാ നമുക്കറിയാം, ജന്മനാൽ ഇഴഞ്ഞു നീങ്ങാൻ കഴിവുള്ള ഒരാളാണ് നമ്മൾ ആമ അല്ലേ. തൻ്റെ കൂടെ നടന്നിട്ട് തൻ്റെ കൂടെ നടക്കുന്ന മത്സരാർത്ഥി അല്ലേ, തൻ്റെ കൂടെ നടക്കുന്ന മത്സരാർത്ഥി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ള കാര്യം ആമക്കറിയാം അല്ലേ. ആരാണ്? യെസ്, മുയലാണ്. മുയൽ ചാടി ചാടി പോവാഴ്ച അല്ലേ. അപ്പോൾ നിങ്ങൾ ആമേനെ ആലോചിച്ച് നോക്കി. ആമയുടെ ജന്മനാളിലെ കഴിവ് അതിനെ മറികടന്നുകൊണ്ടാണ് ആമ ആ ഒരു വിജയത്തിലെ പോയിന്റിൽ എത്തിയേക്കുന്നത് അല്ലേ. തൻ്റെ ചുറ്റിലും നിന്ന് പറഞ്ഞവരൊക്കെ എന്താ മുയൽ തന്നെയാണ് വിജയി അല്ലേ. അതൊന്നും കേൾക്കാതെ, അതായത് തൻ്റെ കൂടെ മത്സരിക്കുന്ന മുയൽ എത്രത്തോളം മുന്നിലാണെങ്കിലും ആമ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മത്സരിച്ചിട്ടുണ്ട്, വിജയായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അല്ലേ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കഥയായത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞു ക്ലാസ്സുകളിലെ നിങ്ങൾക്ക് ഈ ഒരു കഥ പറഞ്ഞു തരുന്നത് അല്ലേ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാല്യൂ അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ ലൈവിലും എല്ലാ വീഡിയോസിലും നിങ്ങൾ പറയുന്നൊരു കാര്യം, മിസ്സേ ഒന്ന് സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ അല്ലേ. നിങ്ങളെക്കുറിച്ച് നിങ്ങളെപ്പോലെ അറിയാവുന്ന വേറൊരാളുമില്ല. നിങ്ങളെ ടൈമൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ നിങ്ങളെ സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുന്നു അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റഡി ടൈം ടേബിൾ പോലും സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുള്ളത് അല്ലേ. ഓണം എക്സാം കഴിഞ്ഞു, നിങ്ങൾ ഒത്തിരി എക്സ്ക്യൂസ് പറയുന്നുണ്ട്. മറവിയാണ്, പാറ്റേൺ മാറി, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ തന്നെയുള്ള എത്രയോ കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് ഉണ്ട്. ഇനി നിങ്ങളത് പറയൽ നിർത്തുക കേട്ടോ. അതായത് എക്സ്ക്യൂസ് പറയൽ നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കണോ എന്നുള്ള കാര്യം ഡിയർ പാരൻസും അതുപോലെ തന്നെ നമ്മുടെ മക്കളും ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഈ ഒരു ബേസ് 5-6 ക്ലാസ്സുകളൊക്കെ ബേസാണ് അല്ലേ. ഈ ഒരു 5-6 ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വലിയ ക്ലാസ്സിൽ മാർക്ക് കിട്ടില്ല. അല്ലാണ്ട് വലിയ ക്ലാസ്സിൽ എത്തിയിട്ട് അവിടെ എന്ന് വിചാരിച്ചാൽ അറിയൂല അല്ലേ. ഇവിടെ എഡിഷനും സബ്സ്ട്രാക്ഷനും പഠിക്കുന്നുണ്ടെങ്കിൽ യെസ്, ഇതാണ് നിങ്ങളെ ബേസ്. അത് കഴിഞ്ഞിട്ട് വലിയ ക്രിയകളൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നല്ലേ. അപ്പം എന്ത് പഠിക്കണം? യെസ്, ബേസ് നിങ്ങൾക്ക് കറക്റ്റ് ആക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം വരികയാണ്. അതിൻ്റെ കൂടെ കലോത്സവങ്ങൾ, കലാമേള, ശാസ്ത്രമേള, സ്പോർട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പങ്കെടുക്കുന്നില്ലേ? പങ്കെടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. ബട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങളെ എഡ്യൂക്കേഷൻ വിട്ട് കളയാൻ പാടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എജുപോർട്ട് ഒരു പ്രീ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇവിടെ നിങ്ങൾക്ക് വേഗം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ ഒരു ചാപ്റ്റേഴ്സ് മുഴുവനും കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ എജുപോർട്ടിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും നിങ്ങൾക്ക് പ്രീ ബൂസ്റ്റർ ബാച്ച് ഉണ്ട്. അതായത് ഈ ഒരു പ്രൈസിൽ 1799 എന്ന് പറഞ്ഞ് ഈ ഒരു പ്രൈസിനായിരിക്കും നിങ്ങൾക്ക് പ്രീ ബൂസ്റ്റർ ബാച്ച് ഉള്ളത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അല്ലേ, ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 20 ഇതിന് അത്ര ദിവസമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ഫോം ഫിൽ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി എന്തിന് നമ്മളെ പ്രീ ബൂസ്റ്റർ ബാച്ച്? ഇങ്ങനെ ഒരു പേര് എന്തിനാ? പേര് പോലെ തന്നെ ബാച്ച് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് മിസ് എന്ത് ചെയ്തുതരാം, ബാച്ചിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞുതരാം. നോക്കിക്കോ, ഒക്ടോബർ നവംബർ എക്സ്മസ് എക്സാം പോർഷൻസ്, അതായത് നവംബർ 30 കൂടിയിട്ട് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് കവർ ചെയ്തിരിക്കും. മുഴുവൻ നിങ്ങൾക്ക് ആപ്പിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് ഷെഡ്യൂൾ വരെ നവംബർ 30 കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നവംബർ 30 കൂടി നിങ്ങൾക്കൊരു ഡിസംബർ 10-11 ഡേറ്റിലായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെയോ ഫുൾ ചാപ്റ്റർ ആക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് എക്സാം ഓക്കെ, ബട്ട് ഓണം എക്സാമിൻ്റെ ചാപ്റ്റർ എനിക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? ഓണം എക്സാം ഓൾറെഡി നമ്മളെ ആപ്പിലുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പോയി കാണാം. എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാലാണ് ഡിസംബർ റിവിഷൻ ആൻഡ് മോഡൽ എക്സാംസ്. അതായത് ഡിസംബർ 1 തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് എക്സാമിന് തലേ ദിവസം വരെ റിവിഷനും അതുപോലെ എജുപോർട്ട് നടന്ന ഓരോ വിഷയത്തിലെ മോഡൽ എക്സാം ഉണ്ട്. എങ്ങനെയാണോ നിങ്ങളെ ക്രിസ്മസ് എക്സാം വരാൻ പോകുന്നത്, ഏത് പാറ്റേണിലാണോ വരാൻ പോകുന്നത്, അതേപോലത്തെ മോഡൽ എക്സാം എന്തുണ്ടാവും, എജുപോർട്ട് നടത്തുന്നതായിരിക്കും. ഓക്കെ, സിലബസ് കംപ്ലീഷൻ ബൈ ജനുവരി 30. അതായത് മക്കളെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആനുവൽ എക്സാം വരില്ലേ? അതെ, അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ എല്ലാ സിലബസും ജനുവരി 30 കൂടിയിട്ട് നമ്മളെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പം നിങ്ങൾ വിചാരിക്കും ഫെബ്രുവരി മാർച്ചിൽ എന്താ ചെയ്യുക? ഫെബ്രുവരി മാർച്ചിൽ റിവിഷനും അതുപോലെ മോഡൽ എക്സാമും ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവും. ഫെബ്രുവരി മാർച്ചിൽ ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കേണ്ട. ജനുവരി 30 കൂടി നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ നമുക്ക് എക്സാം തുടങ്ങും. ഈ ഒരു 1.5 മന്ത് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് റിവൈസും ചെയ്യും, അതുപോലെ മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യും. ഇനി നമുക്ക് ഒരു ചാപ്റ്റർ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഒരു ചാപ്റ്റർ ചെറിയ ടോപ്പിക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള രീതിയിൽ ചെറിയ ടോപ്പിക് ആയിട്ടായിരിക്കും ആപ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ടോപ്പിക്കിൽ ചെക്ക് പോയിന്റ്സ് ഉണ്ടാവും, അഡാപ്റ്റ് ഉണ്ടാവും, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അടുത്ത ടോപ്പിക്കിൽ പിന്നെയും ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. അങ്ങനെ 3 സെറ്റ് ക്വസ്റ്റ്യൻസാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ ടോപ്പിക്കിനും 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എജുപോർട്ട് നിങ്ങൾക്ക് തരുന്നത്. ഒരു ചാപ്റ്ററിൻ്റെ കാര്യമാണ്, ഇങ്ങനെ എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ചാപ്റ്ററിൽ തന്നെ 3 സെറ്റ് ഓഫ് എക്സാംസും ഉണ്ടാവും. ക്വസ്റ്റ്യൻ്റെ പുറമെ എക്സാം ഉണ്ടാവും. അതായത് MCQ ലെവൽ എക്സാം, ഡിസ്ക്രിപ്റ്റീവ് എക്സാം, മോഡൽ എക്സാം. MCQ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും വെച്ചിട്ടുള്ള എക്സാം. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, അതുപോലത്തെ ഒക്കെ എക്സാമില്ലേ വിവരിച്ച് ചെയ്യുന്ന എക്സാം, അത്. പിന്നെ എന്താണ് മോഡൽ എക്സാം ഉണ്ടാവും. ഇത് ഒരു ചാപ്റ്ററിലാണ് 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യനും 3 സെറ്റ് ഓഫ് എക്സാമും വരുന്നത്. അത് ആലോചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പഠിക്കും, എത്രത്തോളം ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കാം. ദെൻ AI ഡൗട്ട് ക്ലിയറൻസ്. അതായത് നമ്മളെ ആപ്പിൽ ഒരു AI ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AI എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം AI വഴി നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. യെസ്. പിന്നെന്താ? 2 ടൈപ്സ് ഓഫ് നോട്ട്. അതായത് ഇപ്പോൾ മിസ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ മിസ്സിൻ്റെ നോട്ടും കിട്ടും, നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റഡി മെറ്റീരിയലും കിട്ടും. ഒരു ചാപ്റ്ററിനാണ് പറയുന്നത്. അതുപോലെ തന്നെ മെൻറ്ററിങ് ഉണ്ടാവും. അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് അവരോട് ഡൗട്ട് ചോദിക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റും. ഒക്കെ അവരെന്ത് ചെയ്യും? അവർ ഹാൻഡിൽ ചെയ്യും. അപ്പം നിങ്ങൾ ഓർത്തോക്ക് A+ ഉറപ്പ് അല്ലേ, അല്ലെങ്കിൽ A ഗ്രേഡ് ഉറപ്പ്. ഒരു ചാപ്റ്ററിനാണ് ഇവ ഓരോന്നും നടക്കുന്നതെങ്കിൽ എല്ലാ ചാപ്റ്ററും ഇങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും സിമ്പിളായിരിക്കൂലേ? നിങ്ങൾ ഇത്രമാത്രം ആലോചിച്ചാൽ മതി. ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങളെ മുന്നിൽ ഇപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ പാടില്ല മക്കളെ. എന്താ വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞ് ആനുവൽ എക്സാം വരികയാണ്. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ മര്യാദക്ക് പഠിച്ചില്ലെങ്കിൽ ആനുവൽ എക്സാം നല്ല പണി കിട്ടും അല്ലേ? നമ്മളെ വിദ്യാഭ്യാസം ഓരോ ദിവസവും കൂടുമ്പോൾ എന്താ അതിനുള്ളൊരു വാല്യൂ കൂടി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ തീവ്രതയും കൂടി വരികയാണ്. നിങ്ങൾ ആലോചിക്കുക. നമ്മളെ പാരൻസിനും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല മക്കളെ. താഴത്തെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ എജുപോർട്ടിൻ്റെ മക്കളായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാ മിസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. മിസ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.